നീ പൊടിയാനുണ്ടോ സുമേഷ്? നീ പൊടിയാനുണ്ടോ? ശീലാവല്ലേ ഇത്? ശീലാവ. നീ വറുത്ത് കറി വെക്കണേട്ടാകുമ്പോ രണ്ടു തന്നെ വറുത്ത് ഒരു 5 വറുത്ത് വെച്ചാറുണ്ട്. ബാക്കി വറുത്തോണ്ടിരിക്കണ്. ഇവിടെ മുളക് പൊടിയൊക്കെ പറ്റി അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു. സുമേഷേ, എന്നിട്ട് വിശേഷങ്ങൾ സുനി വിളിച്ചിട്ടാ. അവന് 500 രൂപ ഇട്ട് കൊടുത്തേ. അവന് ഇയാൾ കയറി വന്നോന്നുണ്ടെങ്കിലേ 500 ഇട്ട് കൊടുത്തേ. അവന് ഇവിടെ നിന്ന് ഒരു 11,000 രൂപ കിട്ടാനുണ്ട്. എന്നിട്ട് അത് മേടിക്കാൻ 500 രൂപ ഇട്ട് കൊടുക്കാൻ പല കാര്യമില്ല. അവനെന്നിട്ട് എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ അവന് 500 രൂപ ഇട്ട് തരും. ചേച്ചിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയാണ് ഇവിടുത്തെ സൂപ്പർവൈസർ എന്നെ വിളിച്ചു പറഞ്ഞു. സൂപ്പർവൈസർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു. എൻ്റെ കാശില്ലായിരുന്നു പറഞ്ഞു. സുനിക്കത് 500. ഞാൻ പറഞ്ഞു എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു. അത് രണ്ടാമത് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെ പറ്റുന്നേക്കാവുള്ളേ. ബത്തേരിക്ക് എത്ര രൂപ കൊടുക്കുള്ള? 1350. ബത്തേരി 450 രൂപ. സുനി ഇവിടുന്ന് കാശ് മേടിച്ച് ഇവിടെ കൊടുത്ത ഈ ബത്തേരിക്ക് കൊടുത്തു കഴിഞ്ഞാല് അത് നടപടിയാകും. അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പറഞ്ഞ ചുണ്ടിരിക്കണം, കറി ചുണ്ടിരിക്കാൻ. സുനി പോയിന്നോ? എന്താ ഞങ്ങളും ശരിയാ ഈ രാത്രിയില്ല. നീ പൊടിയുന്നുണ്ടോ? ഇല്ല, ഒരുപാട് മൂത്താതി സാധനം പൊടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ചെറുതായിട്ട് നമ്മളവിടെ കിട്ടുമ്പോൾ മീനൊന്നും ഇവിടെ കിട്ടൂലല്ലോ. നമ്മുടെ വരാപ്പുഴ മാർക്കറ്റ് കിട്ടാൻ വേറെ മുനമ്പവും വരാപ്പുഴ. മുനമ്പത്ത് ഇത്തിരി കൂടുതലുണ്ടോ അല്ലേ? ആകുലി അല്ലേ? വറുത്ത് ജസ്റ്റ് ഒന്ന് തക്കാളിയൊക്കെ ഇട്ട് ഒരു കറി വെക്കും. വേറൊന്നല്ല, മറ്റേ എന്തിട്ടാലും തക്കാളി. ഇതിന് എന്താണ് അസുഖം? മറ്റേ എന്താ കൽക്കല്ലി, മൂത്രത്തിക്കല്ലി. ഇവിടെ നിന്ന് പോണത് നിങ്ങളൊക്കെ മൂത്രത്തിക്കല്ലാക്കി ചാവും. മൂത്രത്തിക്കല്ലാണ്ടൊക്കെ ചാവും. കാരണം തക്കാളിയില്ലാത്തൊരു കളിയില്ല. അവസാനം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ 2 സവാള അതും തക്കാളി, അതിനകത്തൊന്നും കുറെ തക്കാളി വെച്ച് കിട്ടും. ആകെ കട്ടഞ്ഞായ കാലത്ത് പിടിക്കുന്നതിൽ മാത്രം തക്കാളി. ഇനി അതിനകത്ത് തക്കാളി ഇടാത്ത കട്ടഞ്ഞായ പിടിക്കുന്നതിന് മാത്രമല്ല തക്കാളി. കട്ടഞ്ഞായ തന്നെ ഐസായത്. നമ്മുടെ കറി ഇവിടെ ഫ്രൈ ആയിട്ട് കറി വെക്കാനുള്ള ഒന്നും റെഡിയായിട്ടില്ല. അപ്പൊ അതിന്റെ ചുമ്മാ ഇത്തിരി കമ്പനിക്കൊന്നും നിൽക്കുന്നുണ്ടായിരുന്നു സുമേഷ് ബാജി. ഇനിയിപ്പോ നാളെ വരുമ്പോ അവന് അടുക്കള വേണമെന്ന് പറയോ? ലഭിച്ചിട്ടാകും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടില്ല. എനിക്ക് ആ ചട്ടകം എന്റെ കയ്യിൽ വേണമെന്ന് പറയുന്നതാവും. ഇന്നലെ മറ്റേ ബത്തേരി എന്തായാലും പറഞ്ഞ കുറെ കാര്യം ഉറപ്പാണ്. കാലത്ത് പോകുമ്പേ വഴിമാറി പോവും, മനസ്സിലായ? വൈകിട്ടൊന്നും പെട്ടെന്ന് അല്ല ചെറിയ ഉടായ്പൊഴിയാണെങ്കിലും രാവിലെ വണ്ടികൾ കൂടുന്നേ അല്ല. ഇപ്പത്തെ പോകുന്ന വഴി വേറെ തോന്നുന്നു. ഇപ്പൊ വന്ന വഴി വേറെ. അതിന്റെ വണ്ടി കയറുന്നുണ്ടല്ലോ. അതല്ല, ഈ ഇടവഴിക്ക് കയറ്റി കുറയുന്നത് എടുത്ത് പോകും. ടൗണിൽ എത്തിയാൽ
അത് ഇന്നലെ പറഞ്ഞപ്പോ മറ്റേ നമ്മൾ അറിയായിരിക്കും. മീൻ വറുത്തത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വറുത്ത് ചോറിക്കണം. ഓ ഒരു ദിവസം മറ്റേ പപ്പടകറിയൊക്കെ പെസകായിപ്പോയല്ലേ. അത് അല്ല അവൻ വെച്ചാൽ ഇത് ഒട്ടും ഇഷ്ടമല്ല കറി തന്നെ പുള്ളിക്ക് ഒരുപാട് ഓയിൽ വേണം, അല്ലാണ്ട് വേറൊന്നുമില്ല. അതല്ല ഓയിലെന്ന് പറഞ്ഞിട്ട് അന്നെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു 2 ഇഞ്ച് കാലത്തിന് ഓയിൽ മാത്രം കളിക്കും. 1/2 ലിറ്റർ ഓയിലാണ് തീർന്നത് ഒറ്റ ദിവസം. ഒറ്റ ദിവസം 1/2 ലിറ്റർ ഓയിൽ. അവനെയൊക്കെ എല്ലാ കോക്കിപ്പടിക്ക് കൊണ്ടുവരണമെങ്കിൽ ഓയില് എനിക്ക് തോന്നുന്നു ഡ്രമ്മുകളെങ്കിലും എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നമ്മളെ പോലെ തന്നെ ലോകങ്ങളിലൊക്കെ നിന്ന് പഠിച്ചെടുത്തേക്കുള്ളല്ല. അല്ലാണ്ട് പ്രൊഫഷണൽ കില്ലർമാരെ കില്ലേഴ്സ് ആണെന്ന് പറയുന്നില്ലല്ലോ. അപ്പം വന്നിട്ട് പൈപ്പ് തുറന്നിട്ടുണ്ട് പോയിട്ടുണ്ട്. ഇതാണ് അല്ല ഇതാരും കേട്ടില്ല. അവർക്ക് പൈപ്പ് തുറന്നിട്ടുണ്ട്. അവരിവിടെ ഒന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പൊട്ടണെന്ന് പറയണത് വെറുതെ അത് പൂട്ടിയതുണ്ട്. ഇവിടെ ഒരു ടൈലിന്റെ ഇതെല്ലാം. പൈപ്പ് ഈ പൈപ്പ് വന്ന വഴി ഇത് എത്ര സമയമുണ്ട് അത്ര സമയം ലൈവ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അവിടെ നാണിക്കുന്നത്. അവസാനത്തെ ട്രിപ്പാണ് കൊണ്ടുവന്നത്. 4 മിനിറ്റ് 4 മല വലിയ അല്ല കുഴപ്പമില്ല. എത്ര പീസ് തന്നെയാണ്? 22 പീസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം 2 പീസ് പോയി. 2 പീസ് പോയി. അത് പോട്ടെ. അല്ലെന്ന് ഇനി കറി വെച്ച് കഴിയുമ്പോ പറയോ ഒരു 6 പീസ് കുറഞ്ഞു. 2 പീസ് പോയി. അത് പോട്ടെ. അതിലൊന്നിന് എനിക്കും പങ്കുണ്ട്. അപ്പൊ അത് 2 പോട്ടെ. പൊടിഞ്ഞത് അതും പോട്ടെ. 2 പോയി. അത് പോട്ടെ. എത്ര പീസ് തന്നെയാണ് ബാക്കി? 20 പീസ് 20 പീസ് ഉണ്ട്. 20 പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 പേര് ഉപയോഗിക്കാൻ പറ്റൂട്ടാ. ഇന്ന് രാത്രി, നാളെ 10 മണിക്ക്, നാളെ ഉച്ചയ്ക്ക്, നാളെ രാത്രി 4 പേര്. 5 പേരല്ലേ ഉള്ളൂ. അതിപ്പോ ഞാൻ 2 പേരെ മാറ്റില്ല. 2 പീസ് മതി. എന്തിനാണ് 5 പീസ് അതടിപൊളി. അത് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഇപ്പൊ ഒരു വറുത്തതും ഒരു കറി വെക്കുന്നു. ഒരു പീസ് കറി ഒരു വറുത്തത്. പിന്നെ അത് പിന്നെ കുരുമുളകൊന്നും നാളെ 10 മണിക്ക് ഉച്ചക്കുള്ളതായി 4 പീസ്. ഇപ്പൊ കുരുമുളകൊന്നും പറ്റില്ല. ഞാൻ വേറെ ഒന്നല്ല, അത്രയും നേരം നിൽക്കാനുള്ള ഇതില്ല ഇനി. അപ്പൊ വേറെ ഉപ്പ് പുരട്ടിയതാണ്. പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഇതിന്റെ അത് അല്ല എന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ പകല് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചു തന്നു. കാരണം വേറെ വിഷയങ്ങളൊന്നുമില്ല. അതിനോട് ചെടിറേറ്റ് കിട്ടും. അതനുസരിച്ച് തന്നെ കുരുമുളക് കേസും 2 കുരുമുളക് അല്ല നമുക്ക് ആവശ്യത്തിന് കുറച്ചാൽ കാരണം 2 ദിവസം ചെയ്തു. പച്ചക്കുരുമുളക് പഴുത്ത നോക്കി ഒരു മാതിരി പഴുത്ത നോക്കി തന്നെയല്ലേ തന്നെയല്ലേ കറക്റ്റ് കൂടി നോക്കാം. മറക്കണം. മീൻ നമ്മ താളെ വൈകല്ലാണ്ട് വേറൊന്നും മേടിക്കാറില്ല. പിന്നെ ഈ അടക്കാണ് ചെമ്മീൻ. ഒരു ദിവസം ഞാൻ ചെമ്മീൻ കപ്പ അതിപ്പോ ജോഷിബായിക്ക് പാടാൻ അതും പറ്റില്ല, അതിലേം പറ്റില്ല. ഇനിയിപ്പോ
മാറിയെന്ന് ചോദിക്കണം. അയാളെ മൊത്തം മുഴുകുന്നു പല്ല് മൊത്തം മുഴുകുന്നു പോയി നോക്കുന്നു. അതാണ് പറയുന്നത്. ലാസ്റ്റ് മറ്റേ ഇതൊക്കെ ചതച്ചു കൊടുക്കാൻ പോയിട്ടുണ്ടാവും. ബന്ധത്തിലടാന്ന് പറയും. മാറ്റി വെക്കണ വേറെ ഏറ്റവും അവസാനം അങ്ങനെ കട്ടായി ചിക്കൻ മഹായിയെല്ലാം മുള്ളൊന്നും ഇവിടെ ഇല്ല. മുള്ളക്ക് കറിവേപ്പില ഐറ്റംസ് തുടങ്ങി. ഇതോടെ പത്തോടെ ചേർന്ന എല്ലാവരും അതിവിടെ തന്നെ മറ്റേ നൂല് എടുത്തോ കാര്യമായി ഹെഡ്സെറ്റ് റെഡി ആയില്ല. അതെ അവര് പറഞ്ഞ മറ്റേ മോനുണ്ടായില്ല സെക്കൻഡ്. അപ്പൊ അതായത് ഒരു താൽക്കാലത്തേക്ക് ഒരു ഹെഡ്സെറ്റ് തന്നു. നാളെ 18 ബസ് 53. കറിവേപ്പിലല്ല വറക്കണല്ലേ ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. നല്ല സംഭവം എല്ലാരും ഉപയോഗിക്കും അല്ലേ? നമ്മളിപ്പോ വെച്ചേക്കണല്ലേ ഫ്രഷ് സാധനല്ലേ മാത്രം ഫ്രഷ് അല്ലാന്നുള്ളൂ. നീ മാത്രം ഫ്രഷ് അല്ലാന്നുള്ളൂ. നമ്മ ഉപയോഗിക്കുന്നത് കിട്ടും. നമ്മ നല്ല രീതിയിൽ പഠിച്ച കാരണം അതുവരെ കിട്ടണമെന്ന് നമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഓടിക്കോ ക്രമത്തിലാണ്. എല്ലാം നമ്മുടെ കയ്യാണ്. കയ്യിലാണ് നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യം. കയ്യളവ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പൂണും കൊണ്ട് പണ്ടേ ശരിയില്ല തീരെ കഴിക്കാറ്. പഠിക്കും 10 വരെ. പഠനകാലമാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പഴക്കാലമാണ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് കുറച്ച് സമയം പഠനകാലം, കുറച്ച് സമയം ഇങ്ങനത്തെ ജീവിതം, അടിപൊളി ജീവിതം. 10 പേരെ കാണാൻ പറ്റില്ല. മറ്റേത് എന്താണ് പഠിച്ച് ഇതായി കഴിഞ്ഞാല് ജോലി കിട്ടുന്ന കിടന്ന് ചീത്തോയുണ്ട്. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് ക്യാരം കളി, ക്രിക്കറ്റ് കളിയായിരുന്നു. പരീക്ഷയുടെ സമയത്ത് രാത്രി 1 മണി വരെയൊക്കെ ഇരുന്നാണ് ക്യാരം കളി. രാത്രി പരീക്ഷയുടെ സമയത്ത് പിന്നെ പേപ്പറിടാൻ പോകും. പഠിച്ചില്ലെന്ന് അർത്ഥം. 10 താല്പര്യമില്ലാന്ന് സ്കൂളിൽ ചെന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ക്രിക്കറ്റ് കളി തുടങ്ങി. സാറന്മാരൊന്നുമില്ല. പരീക്ഷ കഴിയുമ്പോ പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടാവില്ലേ? പിറ്റേ ദിവസം പരീക്ഷ ആര് പഠിക്കാൻ മടിയായിരുന്നു. വേറൊന്നല്ല അതൊക്കെ
വീട്ടില് പപ്പടപ്പണി ഉണ്ടായിരുന്നു. ആ. അപ്പൊ അതുമ്മേം ഞാൻ പേപ്പർ ഇടുന്നതിലും ശ്രദ്ധ നടന്നു. പിന്നെ കളിയിലേക്ക് അല്ല കാശി തോന്നുന്നു എല്ലാ അത്യാവശ്യം പേപ്പർ ഇടാൻ പോയി കിട്ടുന്നത്. അപ്പൊ നമ്മ അത് തന്നെ ജീവിതമാർഗമാക്കിയാലെന്ന് ചിന്തിക്കുന്നതാണ് നമ്മളെ അല്ല പറഞ്ഞത്. ആ ടൈമിലൊക്കെ ഇപ്പൊ ഒരു പഠിക്കണ ഒരു കൊച്ചിന് ഏതൊരു കൊച്ചിനായാലും പൈസ അത്യാവശ്യമായിട്ട് കിട്ടി തുടങ്ങി, സ്വന്തമായിട്ട് പൈസ കിട്ടി തുടങ്ങിയല്ലേ ആരും പഠിക്കാൻ പോകില്ല. അത്ര ഇരിക്കാൻ പറ്റുള്ളൂ. ഏതാണ് അതായിരിക്കും ഏതാണ് മൂത്ത് കിട്ടിയാൽ മാത്രമേ ഇത്തിരി മുളക് പൊടി ഇടുള്ളൂ. കുരുമുളക് ഇട്ടല്ലേ? കുരുമുളക് ചതച്ചാണ് ഇട്ടേക്കണേ, പൊടിച്ചല്ല. ഞാനേ അപ്പുറം പോയിട്ടാണ് ജോലി വൈകി വയറ് കംപ്ലൈന്റ് അപ്പൊ ഗുളിക വേണമെന്ന്. അപ്പൊ ഞാൻ നോക്കിപ്പോയി കാണാനില്ല. പോയി മേടിച്ചിട്ട് പറഞ്ഞിട്ട് പോയി അത് കോട്ടൺ മതി. മഞ്ഞപ്പൊടിയാണ് അല്ല മഞ്ഞപ്പൊടിയല്ല, മല്ലിപ്പൊടി. ഇപ്പൊ മേടിച്ചിട്ടില്ല മേടിച്ചില്ല തീർന്നുണ്ടാവും. അപ്പൊ ഈ നമ്മൾ അത് തീർന്നിട്ടുണ്ടാവില്ല. മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ടുണ്ട്. മല്ലിപ്പൊടി അധികം ഇങ്ങനെ കറി വെക്കുമ്പോ ഇടാൻ പാടില്ല, കുറച്ച് ഇടാൻ പാടുള്ളൂ. ഒരു ഇതിന് വേണ്ടിട്ട്, ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിട്ട്. പേപ്പർ ഇടാനുണ്ട്. എത്ര രൂപ സുമേഷ് ആഴ്ച മാസം? ഞാൻ തുടങ്ങിയതില്ലേ 75 പേപ്പർ. ഞാൻ നിർത്തിയപ്പില്ലേ എന്റെ പേപ്പർ 3 പേര് ഇടേണ്ടി വന്നു. അല്ല എത്ര രൂപ അന്ന് എന്തോ ഒരു പേപ്പറിന് 75 പൈസ എന്തായാലും ഉള്ളൂ. ഭാര്യക്ക് കാശ് കൊടുക്കണം. ഭാര്യക്ക് 1.25 കിട്ടും. അല്ല ഏകദേശം എത്ര രൂപ കിട്ടും ഒരു മാസം ആവശ്യമില്ല? മാസം എനിക്ക് അന്ന് 10,900 കിട്ടിയിരുന്നു. മാസം 900 രൂപ. മാസം അന്ന് 900 കിട്ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ മണിക്ക് പോയി അത്രയും കാശ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പേപ്പറുകളായിട്ടാ മൊത്തത്തില് ഒരു ലാസ്റ്റ് ഞാൻ പേപ്പർ ഇടാൻ പോണതില്ലേ, ഞാൻ അത് പേപ്പറുകളെ നിർത്തി കഴിഞ്ഞപ്പോ 3 പേർക്കായിട്ടാണ് കൊടുക്കേണ്ടി വന്നത്. അവർക്ക് അത് തന്നെ പറ്റണില്ല. എനിക്ക് ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞപ്പോ ഒരു 300 ചില പേപ്പറായിരുന്നു ഇടാനുള്ളത്. അത് വെളുപ്പിന് 5:30 പോയിട്ട് പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അതിന്റെ ഉള്ളിൽ സപ്ലിമെന്റും നോട്ടീസും ഒക്കെ തിരികെ വെച്ച് എന്റെ തലയിലും പൊക്കത്തിന് ബാക്കിലുണ്ടാവും 3 സഞ്ചി 4 സഞ്ചി 2 ഹാൻഡ്മ തൂക്കിയിടും. റെഡിമെയ്ഡ് സൈക്കിളായിരുന്നു. കൊട്ടയില് ഒരു 3 കാറുണ്ട്. ബസ്സുകാരും എടുക്കണില്ലേ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ടൈമൊക്കെ അവർക്ക് അറിയാവുന്ന കാരണം അവിടെ ചവിട്ടി നിർത്തും. വലിയ ബ്രേക്ക് ഇല്ലാണ്ട് ഒടുക്കത്ത പോകല നമ്മള്. ഏഴിക്കര ഏഴിക്കര ഒരു ഏരിയ മുഴുക്കനും ഉണ്ട്. ഇടിമൂല എന്ന് പറയണ അവിടെ നിന്നില്ലേ, കുണ്ടേക്കാവ് പാലത്തിന്റെ ഇപ്പറം വരെ പാലം കേറി ഇറങ്ങണം. ആ പാലം കേറി ഇറങ്ങണ തന്നെ അവിടെ തന്നെ ഉണ്ട് കൊറേ. ഒരു ദിവസം ഞാൻ അത് നമ്മ പെരുമ്പടന്നിലേക്ക് പോണത്. ചെറിയ പാലം. ചെറിയ പാലം ഈ അടുത്ത് പുതുക്കിപ്പണത്. അവിടെന്ന് കിഴക്കോട്ട് പോയപ്പോ ഒരു തവണ എനിക്കൊരു പണിയും കിട്ടി. ഞാൻ കണ്ടില്ല കേട്ടാ, പക്ഷെ ഞാൻ അതിന്റെ അടി കൂടെ പോവുകയും ചെയ്തു. ആ പുഴയുടെ സൈഡിലുള്ള പരത്തിമ ഒരാൾ തോന്നിട്ട് ഞാൻ അതിന്റെ തൊട്ടടി കൂടി പോയത്. തിരിച്ചു വന്നപ്പോഴേ ഞാൻ അറിയുന്നത് തൊട്ടടി കൂടെ ഞാൻ പോയത്. വേപ്പില ഇട്ടിട്ടില്ല, അത് വേറെ പരിപാടിയാ. പാലത്തിന്റെ കിഴക്കേ സൈഡില് ഞാനാ മറ്റേ ഇതൊക്കെ ഇറങ്ങി ഐസ് പ്ലാന്റില്ലേ, ഐസ് പ്ലാന്റിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി അങ്ങോട്ട് ആ വഴി കൂടെ ഒക്കെ പോണം. ആ വഴി
പാടം വരെ പോണം. ആ പുഴയുടെ സൈഡിൽ കൂടെ ഞാൻ പോയി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ തിരിച്ചു പോയി ആൾക്കാർ കുടിക്കള്. ഞാൻ സൈക്കിളിൽ അപ്പൊ സൈക്കിളിൽ ചവിട്ടി നിർത്തിയാൽ എന്താണ് സംഭവം പോയി ഒരാൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ലല്ല. അപ്പൊ ഞാനത് പെട്ടെന്ന് ഇതായി പോയി. പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് പേപ്പർ ഇടാൻ പോകാൻ പറ്റണ. ലാസ്റ്റ് ആ പേപ്പറിന്റെ ഓണർ കൊണ്ടേ പേപ്പർ ഇടാൻ തുടങ്ങി. പേപ്പറിന്റെ ഓണർ അറിയാൻ പാടില്ല ഏതൊക്കെ വീട് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പേപ്പറാണ് എന്തൊക്കെയാണ്. തക്കാളി കൂടി ഇട്ട് തകർക്കുകയാണ്. അവിടെ ഒരാളും എന്നെ കുറെ പ്രാവശ്യം തീർന്നുണ്ട് കേട്ടോ. പേപ്പർ സമയത്തെത്താത്തത്. ആ ഞാൻ ചെല്ലണ റൂട്ട് മുഴുക്കൻ എനിക്ക് പേപ്പർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് ക്യാൻസലാവും, ചിലത് ഒരെണ്ണം ക്യാൻസലാക്കി കഴിഞ്ഞാൽ 3 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞെ കൊണ്ട് ഒറ്റ പറ്റില്ലാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എടാ എനിക്ക് വീടൊന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വാ 2 ദിവസം വാ എന്റെ കൂടെ, ഞാൻ വീടൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. പുള്ളിക്ക് വരാൻ നേരില്ല മുതലാളി. ഞാൻ തന്നെ ഒറ്റ കിടന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് 3 പേര് നിൽക്കുന്നത്. അതിനൊന്ന് പൊടിയാക്കിയിരുന്നു, പൊടിയാക്കിയിരുന്നു. പിന്നെ എന്ത് പറയാനാണ്, പിന്നെ വീട്ടിലെ പപ്പടപ്പണിയും കാര്യങ്ങൾ ഈ പേപ്പറിച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മരപ്പണി പഠിക്കാം. ഇല്ല, ഞാൻ തലേ ദിവസം ഇതൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കും. എന്നിട്ട് പേപ്പർ ഇട്ട് വരുമ്പോ 7:30. അത് കഴിഞ്ഞ് ഈ സാധനം പിട്ടിടിച്ച് അപ്പോഴത്തേക്ക് അച്ഛൻ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് വന്ന് ബാക്കിയുള്ളത് ഇടിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ മരപ്പണി പഠിക്കാൻ പോയിരുന്നു. പിട്ടുണ്ടാക്കി അത് ഇതാക്കി കൊടുക്കും. അമ്മയും ചേച്ചിയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂടി പരത്തും. ചെയ്യാത്ത പണിയൊന്നുമില്ല, പരത്തുന്നത് റിസ്ക് ഒന്നുമില്ല. അത് കട്ട് ചെയ്തെടുക്കും. ഞങ്ങൾ പരത്തി തന്നെയാണ് എടുക്കുന്നത്. അല്ല സാധാരണ കട്ട് ചെയ്തെടുക്കാറില്ലേ? നമ്മ ചപ്പാത്തി വരച്ചൂടെ കട്ട് ചെയ്തെടുക്കും. അത് പക്ഷെ ഞങ്ങൾ കട്ട് ചെയ്യാറില്ല. വീട്ടില് അങ്ങനെ കട്ട് ചെയ്തെടുക്കില്ല, പരത്തി തന്നെ ചെയ്ത് ശീലം വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ ഈ ചപ്പാത്തിന്റെ മറ്റേ കൂടുതൽ പുറത്ത് വെച്ച് മസ്കറിൽ വെച്ച് ചെയ്തിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പണിയായിരുന്നു. ആദ്യമൊക്കെ മറ്റേ ഇന്ത്യയുടെ ഭൂപടം പോലെ, ഇന്ത്യയുടെ ആഫ്രിക്കയുടെ ഞാൻ ലാസ്റ്റ് പരത്തി ശരിയായി. കൊറേയൊക്കെ ശരിയായി, കൊറേ പൗതി ശരിയായി. പുളിയും ഇട്ട് നമ്മുടെ ഏകദേശം ഇപ്പൊ തിളച്ചാൽ മതി. തിളച്ച് ഞാൻ മീൻ ഇട്ടാൽ മതിയാ. മീൻ ഇടുള്ളൂ. മീൻ ഇടുന്നതിന് മുമ്പ്